ഫ്രണ്ട്സ്, സാനുസ്വലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പ്രസംഗവുമായിട്ടാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട അധ്യാപകർ, രക്ഷിതാക്കൾ, എന്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യയാത്ര 79ാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ നമ്മെ ആ സ്വാതന്ത്ര്യത്തിന്റെ നീലാകാശത്തിലേക്ക് നയിച്ച ദേശസ്നേഹത്തിന്റെ തീക്കനലായി ഉരുകിയിരുന്ന നേതാക്കളെയും സ്വാതന്ത്ര്യത്തിനായി ജീവത്യാഗം ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഇന്നും രാജ്യാതിർത്തിയിൽ ഉണർന്നിരുന്ന് രാജ്യരക്ഷയ്ക്കായി നിലകൊള്ളുന്ന സൈനികരെയും ഒരു നിമിഷം നമ്മൾ കോർക്കാം. ഇന്ന് ഓരോ സ്വാതന്ത്ര്യദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം നേടിയതിനെ കുറിച്ച് മാത്രമല്ല, അത് നിലനിർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് കൂടിയാണ്. നാം ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: എനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിനായി ഞാൻ എന്ത് തിരികെ നൽകി? നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഒരു ചരിത്ര സംഭവമായി കാണിക്കേണ്ടത് മാത്രമല്ല, അത് നമ്മുടെ ജീവിത ശൈലിയാക്കി മാറ്റേണ്ടതാണ് നമ്മുടെ പ്രധാന ഉത്തരവാദിത്യം. ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം ഭരിക്കുന്ന സമയം നമ്മുടെ ആകെയുള്ള സമ്പത്ത് കവർന്നെടുത്തു, നമ്മുടെ സംസ്കാരത്തെയും വിദ്യാഭ്യാസത്തെയും അടിച്ചമർത്തി. പക്ഷേ അതെല്ലാവർക്കും സമാധാനത്തോടെ സഹിക്കാനാകില്ലായിരുന്നു. അവരിൽ ചിലർ ഉണർന്നു, മറ്റുള്ളവരെ ഉണർത്തി, സ്വാതന്ത്ര്യത്തിന്റെ പടവുകൾ കയറി. മഹാത്മാഗാന്ധിയെപ്പോലുള്ളവരിലൂടെ നമുക്ക് അഹിംസയുടെ വഴി തെളിഞ്ഞു. ഭഗത് സിംഗിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും പോലുള്ളവർ ത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും ഉദാഹരണമായി മാറി. അംബേദ്കർ, സരോജിനി നായിഡു, റാണി ലക്ഷ്മിബായി തുടങ്ങി അനേകർ അവരുടെ ജീവിതം ഈ മഹത്തായ ലക്ഷ്യത്തിന് സമർപ്പിച്ചു. ഇവരുടെ വാക്കുകൾ ഇന്നും ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ ഇടം നേടിയിരിക്കുന്നു. ഇതിഹാസം സൃഷ്ടിച്ച ഇവരുടെ പാത പിന്തുടരുക എന്നതാണ് ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാക്കുവാനുള്ള ആദ്യ ചുവടുവെപ്പ്. അവർ നമുക്ക് ജീവത്യാഗം ചെയ്തു നേടിത്തന്ന സ്വാതന്ത്ര്യത്തിനു പകരം നമ്മളാണ് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ടത്. ഇന്നത്തെ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സ്വാതന്ത്ര്യം ഒരു സമ്മാനമല്ല, അതൊരു സമർപ്പണത്തിന്റെ ഫലമാണ് എന്നത്. ഇന്ന് നമുക്കൊന്നിച്ചു ദൃഢനിശ്ചയമെടുക്കാം. സ്വാതന്ത്ര്യം എന്റെ ചിന്തയിലാണ്, എന്റെ കരങ്ങളിൽ, എന്റെ പോരാട്ടത്തിൽ, എന്റെ നിശബ്ദതയിലും ഉയർത്തിയ ശബ്ദങ്ങളിലും. ദേശസ്നേഹം എന്റെ സ്കൂളിലും വീട്ടിലും വോട്ടെടുപ്പിലും എന്റെ നിലപാടുകളിലും എനിക്ക് പ്രചോദനമാകുന്ന ഓരോ മനുഷ്യനിലും. ഇന്ത്യയുടെ ഭാവി എന്റെ സ്വപ്നമല്ല, എന്റെ ഉത്തരവാദിത്തമാണ്. അത് ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും. ജയ് ഹിന്ദ്.